തൃപ്പൂണിത്തറ എം.എൽ.എ. ശ്രീ കെ ബാബു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നൊരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണ ഒരു രാഷ്ട്രീയത്തിൽ അതൊരു പതിവില്ലാത്തൊരു കാഴ്ചയാണ്, ഒരു മാതൃകാപരമായ കാഴ്ചയാണെന്ന് ഒരു പക്ഷേ പറയാൻ പറ്റും. എന്താണ് ഇതിൽ കെ.എസ്.യുവിൻ്റെ അഭിപ്രായം? കേരളത്തിലെ ഏറ്റവും ജനകീയരായ എം.എൽ.എമാരിൽ ഒരാളാണ് ശ്രീ കെ ബാബു. CPM-ൻ്റെ പൊന്നാപുരം കോട്ടയായിട്ടുള്ള തൃപ്പൂണിത്തറയിൽ 25 വർഷക്കാലം MLA ആയിരിക്കുക എന്ന് പറയുന്നത് 25-30 വർഷക്കാലം MLA ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. അദ്ദേഹം ജനങ്ങളുമായി അതേപോലെ അടുത്ത ബന്ധമുണ്ട് എന്നതാണ് ആ CPM-ൻ്റെ കോട്ടയിലും നിരന്തരം അദ്ദേഹത്തിന് വിജയിച്ചു വരാൻ സാധിച്ചു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ MLA ആയിരിക്കുന്ന കാലഘട്ടത്ത് ആ മണ്ഡലത്തെ കാത്തു സൂക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട്. അതായത് മണ്ഡലത്തിലെ ഏത് പരിപാടികളിലും അത് വിവാഹമായിക്കൊള്ളട്ടെ, മരണമായിക്കൊള്ളട്ടെ, മറ്റ് വിശേഷ ദിവസങ്ങളായിക്കൊള്ളട്ടെ, മണ്ഡലത്തിലെ ആളുകളുമായിട്ട് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി പിന്നീട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഈവൻ CPM-ൻ്റെ നേതാക്കന്മാർ പോലും അനുകരിക്കുന്ന ഒരു തരത്തിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ശൈലിക്ക് പ്രിയപ്പെട്ട ശ്രീ കെ ബാബു, എനിക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഞാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് പ്രിയപ്പെട്ട ശ്രീ കെ ബാബു MLA. അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ ശൈലിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരു സെൽഫ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഇത് രാഷ്ട്രീയത്തിൽ പൊതുവെ കാണാത്ത ഒരു പ്രവണതയാണ്. അദ്ദേഹം തൻ്റെ 91 ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ നിയമസഭാ ജീവിതം അദ്ദേഹം ഇനി 2026 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കളും അദ്ദേഹത്തെ നിരന്തരം നിർബന്ധിച്ചിരുന്നു, ഇത്തവണയും കൂടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു സെൽഫ് റിട്ടയർമെൻറ്റിന് അദ്ദേഹം എടുക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരു സാഹചര്യമാണ്. വളരെ പോസിറ്റീവായി കേസ് അതിനെ നോക്കി കാണുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് സാധാരണ ഒരാൾ ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു വലിയ കാലഘട്ടം അവർ തന്നെ ഈ മണ്ഡലം നിലനിർത്തി പോവുക, മറ്റൊരാളും ആ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പോലും എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സാധാരണ കണ്ടുവരുന്നൊരു രീതിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് എടുക്കുമ്പോൾ അത് ഇങ്ങനെ കാലങ്ങളായി ഒരു സീറ്റിൽ വെച്ച് പോകുന്ന ചില ആളുകൾക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണെന്ന് കെ.എസ്.യുവിന് തോന്നുന്നുണ്ടോ? അല്ല, ആ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം കോൺഗ്രസിലെ MLA-മാർ ഒരു വട്ടം ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ സ്വാഭാവികമായിട്ടും ആ മണ്ഡലം നിലനിർത്തുകയാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുമായിട്ട് വലിയ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആ മണ്ഡലങ്ങളിൽ നിരന്തരം വിജയിച്ചു കയറി വരാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ MLA-മാരെ CPM MLA-മാരെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ആ മണ്ഡലങ്ങളിൽ ജനകീയരാകുന്നത്. അതുകൊണ്ടാണ് അത് വർഷങ്ങളായി അവരെ അടക്കി വയ്ക്കുക എന്നത് ഒരിതല്ല. വിന്നബിലിറ്റി എന്നത് നോക്കി സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം അവർ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ ഈ സെൽഫ് റിട്ടയർമെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രിയപ്പെട്ട ശ്രീ കെ ബാബുചാൻ എടുത്ത ഒരു തീരുമാനം ഒരു പുതിയ രാഷ്ട്രീയ ശൈലിക്ക് തുടക്കം കുറിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പ്രായമാകുന്ന ആളുകൾ അത് ഇപ്പോൾ സർക്കാർ സർവീസിലൊക്കെ ഉണ്ടാകുമ്പോൾ റിട്ടയർ ചെയ്യുന്ന സ്വാഭാവികമാണ്. അതുപോലെ ഈ രാഷ്ട്രീയത്തിലും ഒരു റിട്ടയർമെൻറ്റ് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ? യൂത്തിന്, പുതിയ ആളുകൾക്ക് കടന്നു വരാൻ അത്തരം ഒരു റിട്ടയർമെൻറ്റ് ആവശ്യമാണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും രാഷ്ട്രീയത്തിൽ പുതിയ തലമുറ കടന്നു വരുന്നതിന് മുതിർന്ന നേതാക്കൾ ഒരു തടസ്സമാണ് എന്നത് തോന്നിയിട്ടില്ല. കാരണം കഴിവുള്ള ആളുകൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നേതൃത്വം അവർക്കതിനുള്ള അവസരങ്ങൾ അതിന് കൊടുക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു സർക്കാർ സർവീസ് പോലെ നമുക്ക് രാഷ്ട്രീയത്തെ ഒരിക്കലും കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. കാരണം 24/7 365 ഡേയ്സ് എന്ന രീതിയിൽ മുഴുവൻ ജനങ്ങൾക്കായിട്ട് നിലനിന്ന് കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ പ്രായം കൂടുന്തോറും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായി വലിയ രീതിയിലേക്കുള്ള പരിജ്ഞാനങ്ങൾ അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളെ ഏത് രീതിയിൽ നയപരമായ രീതിയിലേക്ക് സമീപിക്കണം, അതിൻ്റെ എക്സ്പീരിയൻസ് കൂടുന്തോറും അത് നാടിൻ്റെ വികസനത്തിനും വലിയ രീതിയിലേക്ക് ഗുണകരമായിട്ട് ഇത് വരും. അപ്പോൾ രാഷ്ട്രീയത്തിൽ റിട്ടയർമെൻറ്റ് എന്നതിനെപ്പറ്റി നേതാക്കൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. അത് അല്ലെങ്കിൽ ഇത്ര പ്രായം കൊണ്ട് റിട്ടയർ ചെയ്യണമെന്ന തരത്തിൽ പറയുന്നതിൽ ഒരു യുക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.